PSC ബുള്ളറ്റിൻ ഏപ്രിൽ 1, 2024. സമകാലികം പാർട്ട് 2. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7-ാം തവണയും ഫിൻലാൻഡ് ഒന്നാമത്. 143 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 126-ാമതാണ്. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7-ാം തവണയും ഫിൻലാൻഡ് ഒന്നാമത്. 143 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 126-ാമതാണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യം ദക്ഷിണ സുഡാൻ. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യം ദക്ഷിണ സുഡാൻ. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമയെന്ന ബഹുമതി മഞ്ഞുമ്മൽ ബോയ്സിന്. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമയെന്ന ബഹുമതി മഞ്ഞുമ്മൽ ബോയ്സിന്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സെയ്ത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സെയ്ത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വിനയ് കുമാർ നിയമിതനായി. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വിനയ് കുമാർ നിയമിതനായി. ദേശീയ അന്വേഷണ ഏജൻസി NIA-യുടെ ഡയറക്ടർ ജനറലായി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സദാനന്ദ് വസന്ത് ദത്തയെയും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG അഡീഷണൽ ഡയറക്ടർ ജനറലായി കേരള കേഡർ IPS ഓഫീസർ സുരേഷ് രാജ് പുരോഹിതിനെയും നിയമിച്ചു. ദേശീയ അന്വേഷണ ഏജൻസി NIA-യുടെ ഡയറക്ടർ ജനറലായി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സദാനന്ദ് വസന്ത് ദത്തയെയും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG അഡീഷണൽ ഡയറക്ടർ ജനറലായി കേരള കേഡർ IPS ഓഫീസർ സുരേഷ് രാജ് പുരോഹിതിനെയും നിയമിച്ചു. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ FIH അത്ലീറ്റ്സ് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷിനെ തിരഞ്ഞെടുത്തു. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ FIH അത്ലീറ്റ്സ് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷിനെ തിരഞ്ഞെടുത്തു. മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരവും ശ്രീജേഷിന് ലഭിച്ചിരുന്നു. ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 75-ാം വയസ്സിലേക്ക് കടന്നു. 1950 ഏപ്രിൽ 1-നാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 75-ാം വയസ്സിലേക്ക് 1950 ഏപ്രിൽ 1-നാണ് പ്രവർത്തനം ആരംഭിച്ചത്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ. നാവികസേന മുൻ മേധാവിയും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനുമായ അഡ്മിറൽ ലക്ഷ്മി നാരായണൻ രാംദാസ് അന്തരിച്ചു. നാവികസേന മുൻ മേധാവിയും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനുമായ അഡ്മിറൽ ലക്ഷ്മി നാരായണൻ രാംദാസ് അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും വാഗ്മിയും എഴുത്തുകാരനുമായ N രാധാകൃഷ്ണൻ നായർ അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും വാഗ്മിയും എഴുത്തുകാരനുമായ N രാധാകൃഷ്ണൻ നായർ അന്തരിച്ചു. കഥാകൃത്തും നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ TN പ്രകാശ് അന്തരിച്ചു. കഥാകൃത്തും നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ TN പ്രകാശ് അന്തരിച്ചു. പ്രമുഖ തമിഴ് നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിൽ ആയിരുന്നു അന്ത്യം. മലയാളം, തെലുങ്ക്, കന്നഡ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. പ്രമുഖ തമിഴ് നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു.